2009 പുറത്തിറങ്ങിയ ആൽവിൻ ആൻഡ് ദി ചിപ്മങ്ക് 2 എന്ന സിനിമയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഈ സിനിമ കാണുന്നതിന് മുന്നേ 2007 പുറത്തിറങ്ങിയ ഇതിന്റെ ഒന്നാം ഭാഗം ഉറപ്പായും കണ്ടിരിക്കണം. കാരണം അതിനുശേഷമുള്ള കഥയാണ് ഇതിൽ പറയുന്നത്. അതുകൊണ്ട് ആ സിനിമ കാണാത്തവർക്കായി മുകളിലെ ഐക്കാർഡിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലോ ക്ലിക്ക് ചെയ്ത് ആദ്യ ഭാഗം കാണാവുന്നതാണ്. ഈ സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ആൽവിനും സൈമണും തിയഡോറും ചേർന്ന് ഒരു അടിപൊളി കോൺസേർട്ടിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ ഇതിനിടെ ആൽവിൻ ഡാൻസിന് പകരം പല അഭ്യാസങ്ങളും കാണിക്കുകയും അവന്റെ ഗിത്താർ അടക്കം പൊളിച്ചളയുകയും ചെയ്യും. ഇതോടെ അത് മാറ്റാനായി പോയതും ഡേവ് അവനോട് മര്യാദക്ക് അവരുടെ കൂടെ ചേർന്ന് ഡാൻസ് കളിക്കാൻ പറയുന്നുണ്ടെങ്കിലും അവന് അതൊന്നും കേൾക്കാത്ത പോലെ പോകാൻ നോക്കുകയാണ്. പക്ഷേ ഡേവ് അവന്റെ ഗിത്താറിന്റെ വയറിൽ ചവിട്ടി നിർത്തുകയും ഒന്നുകൂടെ അത് പറയുന്നുണ്ടെങ്കിലും ഈ ഒച്ചത്തിൽ ഞാനിതൊന്നും കേൾക്കില്ല എന്ന് പറഞ്ഞ് അവൻ വീണ്ടും സ്റ്റേജിലേക്ക് പോവുകയും പല അഭ്യാസങ്ങൾ കാണിച്ച് പാടാൻ വേണ്ടി മുകളിലേക്കൊക്കെ കയറുകയും ഗിത്താറിന്റെ വയറിൽ തൂങ്ങി ആടി പാട്ട് പാടാനും തുടങ്ങുന്നു. ശേഷം വീണ്ടും അതിന്റെയും മേലെ കയറുകയും ഡേവ് ആണെങ്കിൽ അവിടെ നിന്നും ഇറങ്ങുന്ന വീണ്ടും വിളിച്ചു പറയുന്നു. എന്നാൽ ആൽവിൻ അതൊന്നും കേൾക്കാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. ഈ സമയം അവന്റെ കൈ തട്ടി ഒരു വയറങ്ങ് കഴിഞ്ഞതും അവിടെ ഷോട്ടായി ആൽവിന്റെ വലിയൊരു ഫ്ലക്സ് താഴേക്ക് പോവുകയും അത് ഡേവിന് തട്ടി പാറാന്ന് അവിടെ വീണ് മൊത്തം പൊട്ടിത്തെറിക്കുന്നു. അങ്ങനെ പരിപാടി കൊള്ളാമെന്നു ഡേവിനാണെങ്കിൽ വലിയ പരിക്കും പറ്റുന്നു. അതുകൊണ്ട് തന്നെ അവനെ ഹോസ്പിറ്റലിൽ കിടത്തിയിരിക്കുകയാണ്. എന്നാലും ഡേവ് ആണെങ്കിൽ എന്റെ പിള്ളേരെ കണ്ട് എനിക്കൊന്ന് സംസാരിക്കാൻ പറ്റുമെന്ന് ഡോക്ടറോട് ചോദിച്ചതും നിനക്ക് 1 മിനിറ്റിൽ ബോധം പോകുന്ന ഒരു സെഡേറ്റീവ് ഞാൻ തന്നിട്ടുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് സംസാരിച്ചോ എന്ന് പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്നും പുറത്തു പോകുന്നു. അതോടെ ചിപ്മങ്സ് ഉള്ളിലേക്ക് വരികയും അവനെ കണ്ടതോടെ ചിപ്മങ്സിന് വലിയ സന്തോഷമാകുമ്പോൾ കുറച്ചു കാലത്തേക്കൊന്നും ഇനി എനിക്ക് വീട്ടിലേക്ക് വരാൻ പറ്റത്തില്ല, അതുകൊണ്ട് നിങ്ങളുടെ കാര്യമൊക്കെ ഇനി ആന്റി ജാക്കി ആയിരിക്കും നോക്കുന്നത്. അതാരാ? അതെന്റെ അച്ഛന്റെ പെങ്ങളാണ്. പിന്നെ നിങ്ങളെ സ്കൂളിലേക്ക് വിടാനുള്ള ഏർപ്പാട് കൂടെ ഞാൻ ചെയ്തിട്ടുണ്ട്. ശേഷം സൈമനോട് ഇവരെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ പറയുകയും ഡേവിന്റെ ബോധം പോവുകയും ചെയ്യുന്നു. എന്നാൽ ആൽവിനാണെങ്കിൽ എന്തിനാ ഞങ്ങളെ നോക്കാൻ സൈമനെ ഏൽപ്പിച്ചെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ചിപ്മങ്സിനെ ആന്റി ജാക്കിയുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ ഒരു പെണ്ണ് വന്നതും ഡേവില്ലാതെ ഞങ്ങൾ എങ്ങോട്ടും പോകത്തില്ല എന്നും പറഞ്ഞ് ആൽവിൻ വാശി പിടിക്കുകയാണ്. ഇതോടെ നഴ്സ് അവരെ പിടിക്കാൻ നോക്കിയതും ആൽവിൻ ഡേവ് ഇരിക്കുന്ന ബെഡിന്റെ സ്വിച്ച് അമർത്തി പോവുകയും ബെഡ് മൊത്തം അനങ്ങാനും തുടങ്ങുന്നു. ഇതുകണ്ട് ഡോക്ടർ ആണെങ്കിൽ അവന്റെ കാലൊക്കെ പൊട്ടിയതാ, ഇങ്ങനെ ചെയ്താൽ അവന് വീണ്ടും പരിക്ക് പറ്റുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും ആൽവിൻ അവിടെ നിന്നും പോകാൻ റെഡിയാവുന്നില്ല. അതുകൊണ്ട് അവരെയും സൂചി വെച്ച് മയക്കുകയും ഇനി അവൻ ഫ്ലൈറ്റ് അവിടെ എത്തും വരെ ഇറങ്ങിക്കൊള്ളണമെന്നും പറയുന്നു. അങ്ങനെ അവർ ഫ്ലൈറ്റ് ഇറങ്ങി എയർപോർട്ടിൽ എത്തുകയും ആന്റി ജാക്കിയെ കാണുകയും ചെയ്യുന്നു. അങ്ങനെ ആന്റി അവരെ സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ചതും ഇതെന്റെ കൊച്ചുമോനാണെന്നും പറഞ്ഞ് ടോബിയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. പക്ഷേ അവനൊന്നും കേൾക്കുന്നില്ല, കാരണം അവൻ മൊത്തം ഗെയിമിൽ മുഴുകിയിരിക്കുകയാണ്. ഇതോടെ ആന്റി അവന്റെ ഹെഡ്ഫോൺ വലിച്ചു വിടുകയും എന്റെ പേര് ടോബിയാണെന്നും പറഞ്ഞ് ചിപ്മങ്സിനെ പരിചയപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ അമ്മൂമ്മ അവരുടെ പെട്ടി നിലത്ത് നിന്നും എടുക്കാൻ പറഞ്ഞതും ടോബി അത് എടുക്കാൻ നോക്കുമ്പോൾ അമ്മൂമ്മയുടെ വീൽ ചെയറിൽ തട്ടുകയും അത് ബാക്കിലേക്ക് പോകുന്നത് കണ്ട് ചിപ്മങ്സ് ബ്രേക്ക് ഇടാൻ ശ്രമിക്കുമെങ്കിലും സ്റ്റെപ്പ് ചാടി ചാടി താഴോട്ട് പോകുന്നു. ഇതോടെ സെന്ററിലെത്തിയതും ഞാൻ ഓക്കെ ആണെന്ന് പറയുമ്പോൾ തന്നെ വീണ്ടും സ്റ്റെപ്പ് ചാടാൻ തുടങ്ങുകയും താഴോട്ട് വീഴുകയും ചെയ്യുന്നു. ഇപ്പൊ അവരെ ആംബുലൻസ് എത്തി അവരെ കൊണ്ടുപോകുമ്പോൾ ഞാനും കൂടെ വരണമെന്ന് ടോബി ചോദിക്കുന്നുണ്ടെങ്കിലും നീ അവരെ നോക്കി ഡേവിന്റെ വീട്ടിൽ നിൽക്കാനും പറയുന്നു. ഒരു പരിസരബോധമില്ലാത്ത ഒരുത്തനാണ് നമ്മുടെ ടോബി. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ആ ചളുങ്ങിയ വീൽ ചെയർ ഒക്കെ വണ്ടിയുടെ പുറകെ വെച്ച് അവർ വീട്ടിലേക്ക് പോകാൻ വേണ്ടി വണ്ടിയിലേക്ക് കയറുകയും ടോബി അവരോട് സംസാരിക്കാനും തുടങ്ങുന്നു. നമ്മളിപ്പോ പോകുന്നത് നിങ്ങളുടെ ഡേവിന്റെ വീട്ടിലേക്കാണ്, പക്ഷേ ഞാൻ ഡേവിനെ പോലെ ഒന്നുമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം ചെയ്യാം, എനിക്ക് എന്റെ കാര്യം ചെയ്യാം, നമുക്കങ്ങനെ റൂൾസ് ഒന്നുമില്ല എന്നും പറഞ്ഞ് വണ്ടി എടുക്കുകയും അവന്റെ ഡ്രൈവിംഗ് കാരണം വീൽ ചെയർ ഒക്കെ അവിടെ വീണു പോവുകയും ചെയ്യുന്നു. അങ്ങനെ വീട്ടിലെത്തിയ അവരാണെങ്കിൽ ഇപ്പോ ഡേവ് ഇല്ലാത്തത് കൊണ്ട് വീട്ടിൽ ഒരു റൂൾസും ഇല്ല, അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം. അതുകൊണ്ട് കുറച്ചൊക്കെ അലമ്പാവുന്നുണ്ട്. എന്നാലും വീടൊന്നും ആദ്യത്തെ പോലെ നശിപ്പിക്കുന്നില്ല. ഇതിനിടെ അവർക്ക് വിശന്നതും എല്ലാവരും ചീസ് ബോൾ നോക്കുകയും ആൽവിന് അത് കിട്ടിയതോടെ അവനത് പൊട്ടിക്കുകയും 3 പേരും കഴിക്കാനും തുടങ്ങുന്നു. എന്നാൽ ഈ ശബ്ദം കേട്ട് ടോബി ഓടി വന്നുകൊണ്ട് ഒന്ന് ശബ്ദം കുറച്ച് കളിക്കാൻ പറയുകയും ഞാൻ എന്റെ ഗെയിം ഫോക്കസ് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളിങ്ങനെ ശബ്ദം എടുത്താൽ എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഒന്ന് ശബ്ദം കുറയ്ക്കെന്നും പറഞ്ഞതും ഞങ്ങൾ ഡേവിനോടൊപ്പം മൊണോപ്പൊളി ഒക്കെ കളിക്കാറുണ്ടായിരുന്നു, അപ്പോൾ നിനക്ക് ഞങ്ങളോട് അതൊക്കെ കളിച്ചൂടെ എന്ന് ചോദിക്കുമെങ്കിലും അതൊക്കെ ചെറിയ ഗെയിമാണ്, ഇത് വലിയ ഗെയിമാണ്, അതുകൊണ്ട് അത് നമുക്ക് പിന്നെ കളിക്കാമെന്നും പറഞ്ഞ് അവന്റെ ഗെയിം കളിക്കാനായി വീണ്ടും റൂമിലേക്ക് പോകുന്നു. ഇത് കണ്ട സൈമൻ ആണെങ്കിൽ നിനക്കെന്തിനാടാ ടോബിയൊക്കെ ഗെയിം കളിക്കാൻ, നമ്മളില്ലേ എന്ന് പറയുകയും ആൽവിനാണെങ്കിൽ ഒരു ഗെയിം ഉണ്ടെന്നും പറഞ്ഞ് മിക്സിയുടെ മേലെ ഒരു പാത്രവും വെച്ച് അതിൽ നിന്നും കറങ്ങാൻ തുടങ്ങുന്നു. ഇതോടെ കറങ്ങി കറങ്ങി അവര് തെറിച്ച് പാത്രം വെക്കുന്നതിന്റെ മുകളിൽ തൂങ്ങി നിന്നുകൊണ്ട് ഒരുപാട് ചിരിക്കുകയും ഇവിടെ ഡെയ്വെങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ ആൽവിന് ഒച്ചത്തിൽ വിളിച്ചേനെ എന്നും പറയുന്നു. അപ്പോഴാണ് അവിടെയുള്ള ഫോൺ റിങ് ചെയ്യുന്നത്. ഇത് കണ്ട ഉടനെ തന്നെ അവർ ഫോൺ എടുത്ത് ഹലോ ചോദിച്ചതും ഹലോ ഇത് ഡെയ്വ് ആണ് മക്കളെ, പിന്നെ നിങ്ങൾ വീടൊന്നും നശിപ്പിച്ചിട്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ തിയഡോർ താഴേക്ക് ആടുകയും പാത്രത്തിൽ തട്ടി വലിയ ശബ്ദമുണ്ടായതും അതെന്താടാ ഇപ്പൊ കേട്ടത്, അത് ആന്റി ജാക്കി ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, എന്നാ എനിക്കൊന്ന് ആന്റിയോട് സംസാരിക്കാൻ പറ്റുമെന്ന് അവൻ ചോദിച്ചത് കേട്ട് ആന്റി ഡാൻസ് പ്രാക്ടീസ് ചെയ്യുകയാണെന്ന് തിയഡോറും പറയുന്നു. ഇതോടെ കയ്യിൽ നിന്ന് പോയെന്ന് സൈമണും ആൽവിനും മനസ്സിലാവുകയും നിങ്ങൾ എന്താടാ അവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞ്
ഡെയ്വ് ആകെ കലിപ്പായതും ആൽവിൻ ഫോണ് കട്ട് ചെയ്ത് കളയുന്നു. അങ്ങനെ അന്ന് രാത്രിയാണെങ്കിൽ അവര് നല്ലപോലെ ഉറങ്ങുമ്പോ പെട്ടെന്ന് തിയഡോർ എന്തോ സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേൽക്കുകയും ഡെയ്വിന്റെ അടുത്ത് കിടക്കാൻ പോകുന്നത് പോലെ ടോബിയുടെ അടുത്തേക്കും പോയി അവനെ ഉറക്കത്തിൽ നിന്നും വിളിക്കുകയും ഞാനൊരു ദുസ്വപ്നം കണ്ടു. അല്ല, എന്താ സ്വപ്നം കണ്ടത്? ഞാനും ആൽവിനും സൈമണും ഒക്കെ ഇപ്പോ ഒരു കുടുംബമാണ്, അത് ഇല്ലാണ്ടാവുന്നതാണ് ഞാൻ കണ്ടതെന്നും പറഞ്ഞതും അങ്ങനെയൊന്നും സംഭവിക്കില്ല, ഇനിയിപ്പോ അങ്ങനെ ആവണേൽ മുകളിൽ നിന്നും ഒരു പരുന്ത് വന്ന് നിങ്ങളെ കൊത്തി തിന്നണമെന്നൊക്കെ പറയുന്നത് കേട്ട് അവനാകെ പേടിച്ചു പോവുകയും അവിടെ നിന്ന് ഓടിക്കളയുകയും ചെയ്യുന്നു. സത്യത്തിൽ ടോബി അവനെ മനഃപൂർവ്വം പേടിപ്പിച്ച് വിട്ടതാണ്. അങ്ങനെ പിറ്റേന്ന് രാവിലെ ആയതും അലാറം അടിക്കുന്നത് കേട്ട് ഇത്രയും രാവിലെ നീ എന്തിനാ അലാറം വെച്ചെന്ന് പറഞ്ഞ് ആകെ ചൂടായതും നിങ്ങൾക്ക് 8 മണിക്കേക്ക് സ്കൂളിലേക്ക് എത്തണം. അപ്പോ സ്കൂളിൽ ഇത്ര രാവിലെയാണോ പോകുന്നതെന്ന് ആൽവിൻ ചോദിച്ചതും അതേന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് പെട്ടെന്ന് റെഡിയാവാൻ പറയുന്നു. ശേഷം അവർ സ്കൂളിലേക്ക് പോകാൻ വണ്ടിയിലേക്ക് കയറുകയും മണ്ടൻ ടോബി ആണെങ്കിൽ അവന്റെ കോഫി മഗ് വണ്ടിയുടെ മേലെ വെച്ച് മറന്നുപോയതും പോകുമ്പോൾ അതങ്ങ് തെറിച്ചു പോകുന്നു. അങ്ങനെ ആദ്യത്തെ ദിവസം അവരെ സ്കൂളിലേക്ക് കൊണ്ടുപോയി ടോബി ഇറക്കി പോയിരിക്കുകയാണ്. ആൽവിനാണെങ്കിൽ ഇതൊക്കെ സിമ്പിളാന്ന് പറഞ്ഞ് സ്കൂളിലേക്ക് കയറി പോകുമെങ്കിലും ഉള്ളിലൂടെ ഒരുപാട് ആൾക്കാർ നടക്കുന്നതുകൊണ്ട് ഒരുപാട് പണിവെട്ടാണ് ചവിട്ട് കൊള്ളാതെയും ബോർഡ് കൊള്ളാതെയും ഒക്കെ രക്ഷപ്പെടുന്നത്. ഇതിനിടെ ആ സ്കൂളിന്റെ ലോഗോ തിയഡോർ നിലത്ത് കണ്ടതും അവനാകെ പേടിച്ചു പോകുന്നുണ്ട്. കാരണം അതൊരു പരുന്തിന്റെ ചിഹ്നമായിരുന്നു. അപ്പോഴേക്കും പരുന്തിന്റെ മുഖംമൂടി ധരിച്ചു ഒരുത്തൻ സ്കേറ്റ് ബോർഡിലായി വന്നതും തിയഡോർ അത് കണ്ട് പേടിച്ച് ഓടാൻ നോക്കുമ്പോൾ തന്നെ മറ്റവൻ സ്കേറ്റ് ബോർഡ് വെട്ടിച്ച് മാറ്റുകയും ടയർ വഴി താഴേക്ക് വീഴുകയും ചെയ്യുന്നു. ഇതെല്ലാം അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം പ്രിൻസിപ്പൾ വന്ന് എന്റെ പേര് ഡോക്ടർ റൂബിൻ, ഞാനാണ് ഇവിടുത്തെ പ്രിൻസിപ്പൾ, അതുകൊണ്ട് നിങ്ങളുടെ ക്ലാസ് കാണിച്ചു തരാമെന്നും പറഞ്ഞ് അവരെ കൂട്ടിക്കൊണ്ടുപോകുന്നു. പിന്നീട് കാണിക്കുന്നത് ചിപ്മങ്സ് പഠിക്കാൻ ചേർന്നിരിക്കുന്ന ക്ലാസ് ആണ്. അവിടെയാണെങ്കിൽ റയാൻ എന്നൊരു പയ്യൻ ഗേൾസിന്റെ അടുത്തിരുന്ന് എപ്പോഴും ഓരോ കഥകൾ ഉണ്ടാക്കിക്കൊണ്ടുവരും. അതുകൊണ്ട് എല്ലാ ഗേൾസും അവന്റെ അടുത്താണ് എപ്പോഴും ഉണ്ടാവുക. ഇതിനിടെ പ്രിൻസിപ്പള് ചിപ്മങ്സിനെ ക്ലാസ്സിലേക്ക് വിട്ടതും ഗേൾസ് ഒക്കെ ചിപ്മങ്സിനെ കണ്ട് ആകെ ആവേശമാവുകയും അവരുടെ അടുത്തേക്ക് ഓടി വരികയും ചെയ്യുന്നു. റയാൻ ആണെങ്കിൽ ഇതൊന്നും കണ്ട് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഗേൾസ് ആണെങ്കിൽ അവർക്ക് ചുറ്റും കൂടി പരിചയപ്പെടുകയാണ്. എടാ, ഇങ്ങനെ പോയാ ഇവര് നമുക്ക് പണിയാവും എന്ന് റയാൻ പറയുമ്പോ ആകെ ഒരു തേങ്ങയുടെ അത്രേ അവരുള്ളൂ, അതുകൊണ്ട് ഈസിയായി ഒതുക്കാമെന്നും ഒരുത്തൻ പറയുന്നു. ശേഷം കാണിക്കുന്നത് നമ്മൾ ആൽവിൻ ആൻഡ് ദി ചിപ്മങ്സ് 1-ൽ കണ്ട ഇയാൻ ഹോക്കിന്റെ ജെറ്റ് റെക്കോർഡ്സ് ആണ്. നമ്മൾ 1-ാം ഭാഗത്തിൽ കണ്ടത് ഇയാൻ ഹോക്ക് ചിപ്മങ്സ് അവനെ വിട്ടുപോയത് കൊണ്ട് തന്നെ വട്ടുപിടിച്ച് പോയതാണ്. അതുകൊണ്ട് തന്നെ അവന്റെ കയ്യിൽ നിന്നും ജെറ്റ് റെക്കോർഡ്സ് കൈവിട്ട് പോയതാണ്. അതിനുശേഷം അവിടെയുള്ള കോഫി ഷോപ്പിലെ വേസ്റ്റ് ഇടുന്ന സാധനമൊക്കെ കഴിച്ചിട്ടാണ് അവൻ ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരു എലി അവിടെ ഇരിക്കുന്നത് കണ്ട് എന്റെ അടുത്തില്ലാത്ത കാറിലായിരുന്നു. ഇഷ്ടം പോലെ അപ്പാർട്ട്മെന്റ്സും റിസോർട്ട് പോലെയുള്ള സ്ഥലവും എനിക്കുണ്ടായിരുന്നു. എന്നാൽ ഇതെല്ലാം ആൽവിൻ ആൻഡ് ദി ചിപ്മങ്സ് കാരണമാണ് എനിക്ക് നഷ്ടപ്പെട്ടതെന്നും പറഞ്ഞ് ആകെ ചൂടാവുകയും അവിടെയുള്ള വേസ്റ്റിൽ നിന്നും ഒരു കേക്കിന്റെ പാതി കണ്ട് അതെടുത്ത് കഴിക്കുമ്പോൾ കുറച്ച് എലിക്കും കൊടുക്കാൻ ശ്രമിക്കുകയും എലി അത് മൊത്തം കൊണ്ടുപോകുമ്പോൾ വേസ്റ്റിലേക്ക് ചാടി അത് തിരിച്ചു മേടിക്കുകയും പാട്ടുപാടുന്ന പുതിയ ചിപ്മങ്സിനെ ഞാൻ കണ്ടെത്തുമെന്നും പറയുന്നു. അങ്ങനെ കുറച്ചു സമയം കഴിഞ്ഞതും ഒരു കൊറിയർ വണ്ടിയിൽ നിന്നും ഒരു പാർസൽ താഴേക്ക് വീഴുകയും അതിൽ നിന്നും 3 പെൺ ചിപ്മങ്സ് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു. അവരിവിടെ വന്നിരിക്കുന്നത് ഇയാൻ ഹോക്കിനെ കാണാൻ വേണ്ടിയാണ്. എന്നാൽ അവിടെ തന്നെ നിന്ന് ഇയാൻ ഹോക്ക് പല്ല് തേക്കുന്നത് കണ്ട് അവനെ വിളിക്കുകയും എന്താ നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിച്ചതും അവരവരുടെ പേര് പറയാൻ തുടങ്ങുന്നു. എന്റെ പേരാണ് ബ്രിട്ടനി, പിന്നെ ഇവളുടെ പേരാണ് എലനോർ, പിന്നെ എന്റെ പേര് ജെനറ്റ് ആണെന്നും ഞങ്ങളാണ് ചിപ്രെറ്റ്സ്, പിന്നെ നിങ്ങളല്ലേ ആൽവിൻ ആൻഡ് ദി ചിപ്മങ്സിനെ വലിയ സ്റ്റാർസ് ആക്കി മാറ്റിയത്, അതുപോലെ ഞങ്ങളെയും ആക്കാമോ എന്ന് അവർ ചോദിച്ചത് കേട്ട് അപ്പോ നിങ്ങൾക്കും പാടാൻ പറ്റുമോ എന്ന് ഇയാൻ ചോദിച്ചതും അവര് പാട്ട് പാടാൻ പ്ലാൻ ചെയ്യുന്നത് കണ്ട് ഇവിടെ വെച്ച് വേണ്ട, മുകളിൽ എന്റെ ഓഫീസ് ഉണ്ട്, അവിടെ വെച്ച് ചെയ്യാമെന്ന് പറയുകയും അവരെ മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യും. ഇപ്പോ ടെറസിലാണ് ഇയാന്റെ ഓഫീസൊക്കെ. അങ്ങനെ അവരോട് പാട്ട് പാടാൻ പറഞ്ഞതും നല്ലപോലെ പാടുകയും ഇത് കേട്ട് ഇയാൻ സന്തോഷിച്ചുകൊണ്ട് നിങ്ങളാവും ഇനി വേൾഡിൽ നമ്പർ 1 എന്നൊക്കെ പറയുമ്പോ അപ്പോ ഞങ്ങൾക്ക് ആൽവിനെയും കൂട്ടരെയും പരിചയപ്പെടുത്തി തരുമെന്ന് ചോദിക്കുമെങ്കിലും അതിനെനിക്ക് പറ്റത്തില്ല, ഇപ്പോ അവർ വേറെ ആളുടെ കൂടെയാണെന്നും പറഞ്ഞതും എന്താ പറ്റിയെന്ന് ബ്രിട്ടനി ചോദിക്കുകയും ഇയാൻ ഹോക്ക് കള്ളം പറയാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഒന്നുമില്ലാത്ത അവരെ പാട്ട് പാടിച്ച് വേൾഡിലെ വലിയ സ്റ്റാർസ് ആക്കി മാറ്റി. പക്ഷേ അവര് വലിയ ആളായപ്പോ അവര് എന്നെ മറന്നു. ഞാൻ അവരെയാണെങ്കിൽ സ്വന്തം മക്കളെ പോലെയാണ് നോക്കിയത്. എന്നിട്ടും അവരെന്നോട് ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് ആൽവിനെ കൂട്ടരെയും അവർക്ക് ചെറിയ വെറുപ്പാക്കി കൊടുക്കും. ഇനി മുതൽ നിങ്ങളാണ് നമ്മുടെ താരങ്ങളെന്നും പറയുന്നു. ഇവിടെ ചിപ്മങ്സ് ആണെങ്കിൽ ഗേൾസിനോട് ഓരോ ഇല്ലാത്ത കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനിടെ റിയാൻ അങ്ങോട്ടേക്ക് വരികയും ഞങ്ങൾക്കൊന്ന് പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കണം, അതുകൊണ്ട് ഗേൾസ് ഒന്ന് മാറിത്തരുമെന്ന് ചോദിച്ചതും അവരവിടെ നിന്നും പോവുകയും റിയാൻ സംസാരിക്കാനും തുടങ്ങുന്നു. ഇനി മുതൽ നീ എങ്ങാനും ഇവളുമാരോട് സംസാരിക്കുന്ന ഞാൻ കണ്ട നിങ്ങളെ ഞാൻ കൊല്ലും, അതുകൊണ്ട് ഇനി സംസാരിക്കുമോ എന്ന് അവൻ ആൽവിനോട് ചോദിച്ചതും ഞങ്ങൾ ഇനിയും സംസാരിക്കുമെന്ന് ആൽവിനും പറയുകയും ഇതോടെ അവരെ പിടിക്കാനായി പുറകെ തന്നെ ഓടുകയും ആൽവിൻ ഓടിച്ചു നിന്ന് വീണ്ടും പേര്
പേര് വിളിച്ച് കളിയാക്കിക്കൊണ്ട് ഓടുകയും അവർക്ക് പണി കൊടുക്കുകയും ചെയ്യുന്നു. ഈ സമയം തിയഡോർ ഒരു സ്ഥലത്തൊളിച്ചതും കോളേജിലെ പരുന്തിന്റെ വലിയൊരു പ്രതിമ കാണുകയും പേടിച്ച് വീണ്ടും അവിടെ നിന്ന് ഓടാൻ തുടങ്ങുന്നു. എന്നാൽ തിയഡോർ രക്ഷപ്പെടുമെങ്കിലും സൈമണെ അവർക്ക് കിട്ടുകയും അവനെ ബാത്റൂമിലിട്ട് ഫ്ലഷ് അടിച്ചു കളഞ്ഞ് പൊക്കളയുകയും ആൽവിൻ അവനെ അവിടെ നിന്നും രക്ഷിക്കുന്നു. അങ്ങനെ അവർ പുറത്തേക്ക് വന്ന് നോക്കിയതും തിയഡോറിനെ അവരിട്ട് കളിപ്പിക്കുന്നത് കണ്ട് രണ്ടുപേരും അവരെ ഇടിച്ചങ്ങ് കളയുന്നു. ഇതോടെ അവരെ ഇപ്പോ പ്രിൻസിപ്പൾ വിളിപ്പിച്ചിരിക്കുകയാണ്. റയാനാണെങ്കിൽ ഇവരെ കണ്ട് പേടിയായതും ആൽവിൻ കൂടുതൽ പേടിപ്പിക്കാൻ നോക്കുന്നത് കണ്ട് പ്രിൻസിപ്പൾ ഉള്ളിലേക്ക് വരാൻ പറയുന്നു. സത്യത്തില് നിങ്ങൾ ചെയ്തു വെച്ച നോക്കുമ്പോ ഞാൻ നിങ്ങളെ സസ്പെൻഷൻ തന്ന് വിടേണ്ടതാണ്. എന്നാൽ സസ്പെൻഡ് ചെയ്തോളൂ എന്ന് ആൽവിൻ പറഞ്ഞതേ കേട്ട്, പക്ഷേ നിങ്ങളെ ഞാൻ സസ്പെൻഡ് ചെയ്യില്ല. കാരണം നിങ്ങളെ വെച്ചൊരു പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞ് ഒരു കാര്യം പറയാൻ തുടങ്ങുന്നു. നമ്മുടെ സ്കൂളിന് അത്ര ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ മ്യൂസിക് പ്രോഗ്രാംസ് ഒന്നും നടത്താറില്ല. എന്നാൽ എല്ലാ കൊല്ലവും സ്പോൺസേഴ്സ് പരിപാടി നടത്താൻ വേണ്ടി പൈസ സ്പോൺസർ ചെയ്യും. അതിൽ നമ്മൾ വിൻ ചെയ്ത $25,000 ആണ് നമ്മുടെ സ്കൂളിന് കിട്ടാൻ പോകുന്നത് എന്നും പറയുകയും നോക്കുമ്പോ പ്രിൻസിപ്പളിന്റെ കയ്യില് ചിപ്മങ്സിന്റെ ടാറ്റു കണ്ട് സത്യത്തിൽ ഞാൻ നിങ്ങളുടെ വലിയ ഫാനാണെന്ന് പറയുകയും നിങ്ങളുടെ പാട്ടിന്റെ എല്ലാ CD-യും എന്റെ കയ്യിലുണ്ട്. നിങ്ങളിപ്പോ എന്റെ മുന്നിലിരിക്കുന്നത് തന്നെ എനിക്കൊരു അത്ഭുതമായാണ് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞ് ആകെ കൺട്രോൾ വിട്ടുപോയത് കണ്ട് ആൽവിൻ കുറച്ച് ജാടയൊക്കെ ഇറക്കുകയും അവർ പരിപാടിക്ക് സമ്മതിക്കുകയും ചെയ്യും. ഇതേസമയം ഇയാൻ ഹോക്കിന്റെ പാട്ടും പരിപാടിയൊക്കെ നിർത്തിപ്പോയപ്പോ അവന്റെ അപ്പാർട്ട്മെന്റ് ഒക്കെ കയ്യിൽ നിന്ന് പോയിരുന്നു. അതുകൊണ്ട് അയ്യോ ഞാൻ താക്കോൽ എടുക്കാൻ മറന്നുപോയെന്ന് പറയുകയും അവരെ ഉള്ളിലേക്ക് വിട്ട് അത് ഉള്ളിൽ നിന്നും തുറപ്പിക്കുന്നു. അങ്ങനെ ലൈറ്റ് ഒക്കെ ഇട്ട് ആ അപ്പാർട്ട്മെന്റ് കണ്ട് അവർക്ക് വല്ലാണ്ടങ്ങ് ഇഷ്ടപ്പെടുകയും ഇവിടെ അടിപൊളിയാണെന്നും പറയുന്നു. പിന്നീട് കാണിക്കുന്നത് TV കണ്ടുകൊണ്ടിരിക്കുന്ന തിയഡോറിനെയാണ്. ആ സമയം സൈമൺ ആണെങ്കിൽ ടോബി അവിടെ ആകെ വൃത്തികേടാക്കി വെച്ചത് കണ്ട് ഇവനെന്താടാ ഇങ്ങനെയെന്ന് പറഞ്ഞ് തിയഡോറിന്റെ അടുത്ത് പോയി ഇരിക്കുകയാണ്. പക്ഷെ അവിടുത്തെ ഡ്രസ്സിന്റെ ഉള്ളിലും ചീത്തയായ ഫുഡൊക്കെ കിടക്കുവാണ്. ഇതെല്ലാം മണ്ടൻ ടോബിയാണ് ചെയ്യുന്നത്. അങ്ങനെ അന്ന് രാത്രി ടോബി ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആൽവിനും കൂടെ കൂടുകയും അവൻ റിമോട്ട് എടുത്ത് കളിച്ചതും TVക്കിട്ട് എറിഞ്ഞു പോവുകയും TV പൊട്ടിപ്പോവുകയും ചെയ്യുന്നു. ഇതോടെ ഇത് കണ്ട് ടോബി ആകെ ഞെട്ടിപ്പോവുകയാണ്. കാരണം ഇതെങ്ങാനും ഡേവ് കണ്ട ആകെ സീനാവും. സൈമൺ ആണെങ്കിൽ ഇപ്പൊ ദിവസങ്ങളൊക്കെ ആകെ മോശമാണ്. ഡേവിനാണെങ്കിൽ പരിക്ക് പറ്റി, പിന്നെ ഇപ്പൊ TVയും പോയി. അതുകൊണ്ട് ഞങ്ങള് സ്കൂൾ അങ്ങ് നിർത്തിക്കളഞ്ഞാലോ എന്ന് ചോദിക്കുന്നത് കേട്ട് അപ്പൊ സ്കൂൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്ന് ടോബി ചോദിച്ചതും വലിയ പ്രശ്നമൊന്നുമില്ല, ചെറുതായി ക്ലോസറ്റിലിട്ടൊന്ന് എന്നെ ഒന്ന് ഫ്ലഷ് അടിച്ചായിരുന്നു എന്നും പറഞ്ഞതും അയ്യോ അങ്ങനെയൊക്കെ നടന്നോന്ന് പറഞ്ഞ് ടോബി ചിരിക്കുന്നത് കണ്ടതും നിനക്ക് എങ്ങനെയായിരുന്നു സ്കൂൾ എന്ന് തിയഡോറും ചോദിച്ചതും ടോബിക്ക് അവന്റെ സ്കൂൾ ഡേയ്സ് ഓർമ്മ വരുന്നു. സ്കൂളിലെ ഏറ്റവും വലിയ മണ്ടൻ അത് ടോബി ആയിരുന്നു. എന്നും ക്ലോസറ്റിൽ മുഖമിട്ട് ഫ്ലഷ് അടിക്കുന്നത് അവനൊരു ഹോബിയായിരുന്നു. സ്കൂളിൽ പഞ്ച പാവം പോലെ ആയതുകൊണ്ട് എല്ലാവരും അവനെ ദ്രോഹിക്കുകയും ചെയ്യും. പെൺപിള്ളേരെ കണ്ട ലോക വിറയലും. എന്നാലും ജൂലി എന്ന പെൺകുട്ടിക്ക് അവനെ ഇഷ്ടമായിരുന്നു, അത് അവനും അറിയാം. പക്ഷെ അവളെ കണ്ട ഉടനെ അവൻ പൊട്ടത്തരങ്ങൾ കാണിക്കാൻ തുടങ്ങും. ഇതിനിടെ തിയഡോർ അവനെ ഒച്ചത്തിൽ വിളിക്കുകയും അവന്റെ സ്കൂൾ സ്വപ്നത്തിൽ നിന്നും അവൻ പുറത്തു വരുന്നു. ഇതോടെ നിന്റെ സ്കൂൾ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് വീണ്ടും ചോദിച്ചതും അടിപൊളിയായിരുന്നു എന്ന് പറയുകയും ഞാൻ സ്കൂളിൽ ഇത്രയും അറിയപ്പെടുന്ന ഒരു ആളായിരുന്നു എന്നും പറഞ്ഞതും പിന്നെ നിങ്ങളെന്താ ഇപ്പോഴും ഒരു ജോലിയും ചെയ്യാതെ മുത്തശ്ശിയോടൊപ്പം നിൽക്കുന്നേ, കൂടാതെ നിങ്ങൾ മൊത്തം ഗെയിം കളിയാണല്ലോ എന്നും ചോദിച്ചതും അവനൊന്നും പറയാനില്ലാത്തതുകൊണ്ട് പോയി കിടന്ന് ഉറങ്ങെന്നും പറയുന്നു. അങ്ങനെ പിറ്റേന്ന് രാവിലെ ആയതും സ്കൂളിൽ പോകാനുള്ള അലാറം അടിക്കുന്നത് കേട്ട് ടോബി അവരോടൊക്കെ എഴുന്നേറ്റ് റെഡിയാവാൻ പറയുന്നുണ്ടെങ്കിലും ആരുടെ ശബ്ദവും കേൾക്കുന്നില്ല. അതുകൊണ്ട് ഉടനെ തന്നെ റൂമിൽ പോയി നോക്കിയതും അവിടെയും അവരെ കാണാനില്ല. പക്ഷേ ബാത്റൂമിൽ നിന്നും ശബ്ദം കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് പോവുകയും ക്ലോസറ്റ് പൊക്കി നോക്കുമ്പോൾ സ്കൂളിൽ പോവാതിരിക്കാൻ അതിൽ അവർ ഒളിച്ചിരിക്കുകയാണ്. നിങ്ങളിത് സ്കൂളിൽ പോവാത്തത് ഡേവ് ഇതറിഞ്ഞ പ്രശ്നമാക്കുമെന്ന് പറഞ്ഞ് അവരെ സ്കൂളിലേക്ക് തന്നെ വിടുന്നു. അങ്ങനെ അന്ന് അവർ ക്ലാസ്സിലുള്ളവരുടെ കൂടെ വോളിബോൾ കളിക്കാൻ പോയതും റിയാനും അവന്റെ ഫ്രണ്ടും കൂടെ ചിപ്മങ്സിന് നേരെ ബോളുകൾ അടിച്ച് എറിയുകയും സൈമണും തിയഡോറും തെറിച്ചു പോവുകയും ചെയ്യുന്നു. പക്ഷേ ആൽവിൻ മാത്രം അത് കറക്റ്റായി പീഡിച്ച് നിർത്തിയിരിക്കുകയാണ്. ഇത് കണ്ട് അവന്റെ ഫ്രണ്ട് ആണെങ്കിൽ നമുക്ക് ഇവനെ ടീമിലേക്ക് എടുത്താലോ എന്ന് ചോദിക്കുകയും റയാൻ അത് ആൽവിന്റെ അടുത്തേക്ക് പോയി നീ ഞങ്ങളുടെ ഫുട്ബോൾ ടീമിൽ ചേരുന്നുവെന്നും ചോദിക്കുന്നു. അതിന് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് ആൽവിൻ ഒഴിഞ്ഞു മാറുകയാണ്. പിന്നീട് അവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആൽവിനെ മാത്രം അവർ വിളിക്കുകയും ആൽവിൻ റയാനോടൊപ്പം ചെറുതായി ഫ്രണ്ടായി വരികയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ആൽവിൻ അവരുടെ ഫുട്ബോൾ ടീമിൽ ചേരുകയും ഒരുമിച്ച് ചേർന്ന് ട്രെയിനിങ് എടുക്കുകയും ഒന്നിച്ചിരുന്ന് ദിവസവും ഫുഡ് കഴിക്കാനും തുടങ്ങുന്നു. ഇവിടെ ഇയാനാണെങ്കിൽ ആരൊക്കെ വിളിച്ച് എന്റെ പാട്ട് പാടുന്ന ചിപ്മങ്സ് ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ആരും അത് വിശ്വസിക്കുന്നില്ല. അതിനിടെയാണ് പത്രത്തിൽ ആ ചിപ്മങ്സും സ്കൂൾ പരിപാടിയിൽ മത്സരിക്കുന്നുണ്ടെന്ന് കാണുന്നത്. കൂടാതെ ജയിക്കുന്നവർക്ക് $25,000 ഉണ്ടെന്നും കൂടെ കണ്ടതും ഇയാനും ഗേൾസിനെ സ്കൂളിലേക്ക് പറഞ്ഞുവിടാൻ തീരുമാനിക്കുന്നു. ആൽവിനാണെങ്കിൽ ഇപ്പൊ മൊത്തം ടൈമും റയാന്റെ കൂടെയാണ്. അസമയം സൈമൺ അങ്ങോട്ടേക്ക് വന്നതും റയാന്റെ സ്റ്റൈല് പോലെ ആൽവിൻ ഇപ്പൊ സംസാരിക്കുന്നത്. സൈമൺ ആണെങ്കിൽ ഇന്ന് രാത്രിയെങ്കിലും നീ ഞങ്ങളോടൊപ്പം വരണമെന്ന് പറയുകയും തിയഡോറിനത് നീ വാക്ക് കൊടുത്തതല്ലേ എന്നും പറയുന്നു. പക്ഷേ എനിക്ക് വരാൻ പറ്റത്തില്ല, അതുകൊണ്ടാണെന്ന് ആൽവിനും പറയുമ്പോൾ ഈയിടെയായിട്ട് നീ എപ്പോഴും ഈ കാര്യം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നും പറഞ്ഞ് സൈമൺ അവിടെ നിന്നും പോകുമ്പോൾ ആൽവിനും കൂടെ തന്നെ പോവുകയും നീ എന്തിനാണ് എന്റെ ഫ്രണ്ട്സിന്റെ മുന്നിൽ വെച്ച് എന്നെ കളിയാക്കുന്നതെന്ന് ചോദിച്ചതും സത്യത്തിൽ നീയാണ് അവരുടെ മുന്നിൽ വെച്ച് എന്നെ കളിയാക്കിയെന്ന് സൈമണും പറയുകയും ഈ സമയം തിയഡോർ അങ്ങോട്ടേക്ക് വന്ന് നമ്മള് സ്കൂളിലെ പരിപാടിക്ക് ഇതുവരെ പാട്ട് പോലും സെലക്ട് ചെയ്തിട്ടില്ല, പെട്ടെന്ന് സെലക്ട്
മനസ്സിലാക്കി നമുക്ക് പ്രാക്ടീസ് തുടങ്ങണ്ടേ? ഒന്ന് അടങ്ങടാ, നമ്മള് ചിപ്മങ്സ് ആണ്, നമ്മളെ ഒന്നും പാട്ടുപാടി തോൽപ്പിക്കാൻ ഒരുത്തനും വരില്ല എന്ന് പറയുമ്പോൾ തന്നെ ഗേൾസ് ചിപ്മങ്സിനെ അവർ കാണുകയും അവരവിടെ നിന്നു പോവുകയും ചെയ്യുന്നു. എന്നാൽ പെൺകുട്ടികൾ അവിടെ നിന്ന് പോവുകയും ഞാൻ പറഞ്ഞത് ഓർമ്മയില്ലേ, അവര് വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ്, അതുകൊണ്ട് നമുക്കധികം അവരുടെ അടുത്ത് നിൽക്കണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്നും പൊക്കളയുന്നു. ഇവിടെ ആൽവിനും കൂട്ടുകാർക്കുമാണെങ്കിൽ അവരെ കണ്ട ആ ഒരു ഹാങ് ഓവറിൽ പാട്ട് പോലും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്നലെ പ്രാക്ടീസ് ഒന്നും വേണ്ട, നാളെ ചെയ്യാമെന്ന് പ്രിൻസിപ്പളും പറയുന്നത് കേട്ട് ജൂലിയും ഓക്കെ പറയുന്നു. ഈ സമയം ടോബി അവരെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ അങ്ങോട്ടേക്ക് എത്തിയത് കണ്ട് അപ്പോ നിങ്ങളാണോ ഇവരെ നോക്കുന്നതെന്ന് ചോദിച്ചതും അതെ ഞാനാണ് ഇവരെ നോക്കുന്നത്, പിന്നെ ഞാനിവിടെ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് സംസാരിക്കുകയാണ്. അപ്പോഴേക്കും ആൽവിന്റെയൊക്കെ ടീച്ചറായ ജൂലി അങ്ങോട്ടേക്ക് വരികയും ടോബി നീ എന്താ ഇവിടെ എന്നും ചോദിക്കുന്നു. സത്യത്തിൽ ടോബിയും ഇവളും ഒരുമിച്ച് പഠിച്ചതാണ്. പക്ഷെ അവളെ കണ്ട ഉടനെ തന്നെ അവന്റെ വെകിളിത്തരം ഉണരുകയും എന്തൊക്കെയോ സംസാരിച്ച് അവിടെയുള്ളതൊക്കെ തട്ടി പൊട്ടിപ്പോവുകയും ഞാൻ കാറിലുണ്ടാവുമെന്നും പറഞ്ഞ് അവിടെ നിന്നും ഓടിക്കളയുന്നു. ഇതുകൊണ്ട് ടോബിക്ക് അവളെ ഇഷ്ടമാണെന്ന് ആൽവിന് മനസ്സിലാവുന്നുണ്ട്. എന്നാൽ അപ്പോഴാണ് ഇയാൻ ഹോക്ക് അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. അവനെ കണ്ടതും ചിപ്മങ്സ് ദേഷ്യപ്പെടുന്നത് കണ്ട് പ്രിൻസിപ്പൾ അതിൽ ഇടപെടുകയും എന്താ കാര്യമെന്നും ചോദിക്കുന്നു. അതുവിന്റെ ടീച്ചറെ, നിങ്ങളുടെ മ്യൂസിക് കോമ്പറ്റീഷനെ പറ്റി ഞാൻ കേട്ടായിരുന്നു, അതിൽ ഇവരെക്കാളും നന്നായി പാടുന്ന പെൺകുട്ടികൾ എന്റെയിലുണ്ടെന്ന് ഹോക്ക് പറയുമെങ്കിലും ആൽവിനെയും പിള്ളേരെ വിട്ടിട്ട് ഒരു കളിയുമില്ലെന്ന് പ്രിൻസിപ്പൾ പറയുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ പെർഫോമൻസ് കണ്ട നിങ്ങൾ ചിലപ്പോ വാക്ക് മാറ്റുമെന്നും പറഞ്ഞ് ഗേൾസിനെ വിളിക്കുകയും പെർഫോമൻസ് ആരംഭിക്കുകയും ചെയ്യുന്നു. അവരിവിടെ മനോഹരമായ പാട്ടിനൊപ്പം ഡാൻസും കളിച്ചുകൊണ്ടാണ് പെർഫോമൻസ് ചെയ്യുന്നത്. കൂടാതെ സ്കൂളിലെ മൊത്തം സ്പീക്കറിലേക്കും ആ പാട്ട് ഇയാൻ ഓൺ ചെയ്യുകയും എല്ലാവരും അത് കേട്ട് വളരെയധികം ഇഷ്ടപ്പെടുകയും മ്യൂസിക് റൂമിലേക്ക് ഓടി വരാനും തുടങ്ങുന്നു. ഇത് കണ്ടിട്ടാണെങ്കിൽ ചിപ്മങ്സിനും അവരുടെ പാട്ട് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. കൂടാതെ പരിപാടിയുടെ ലൈറ്റ് ഒക്കെ ഇയാനാണ് കൺട്രോൾ ചെയ്തത്. എന്താണെന്നറിയില്ല, ഇവനെ കാണുമ്പോൾ എനിക്ക് ചിരി വരും. അങ്ങനെ അവരുടെ പാട്ട് കഴിഞ്ഞതും എല്ലാവരും കൈയടിക്കുകയും ഇനി എന്തായാലും ഇവര് തന്നെയല്ലേ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതെന്നും ഇയാൻ ചോദിക്കുന്നു. പക്ഷേ പ്രിൻസിപ്പള് അത് നിരസിക്കുകയും ആൽവിനും പിള്ളേരും തന്നെ ഇവിടെ പെർഫോം ചെയ്യുമെന്നും പറയുന്നു. അതെന്ത് പരിപാടിയാണ് ടീച്ചറെ, ഇവരെക്കാളും എത്രയോ നന്നായാണ് എന്റെ പിള്ളേര് പെർഫോമൻസ് കാഴ്ചവെച്ചത്. ഇവിടുത്തെ സ്റ്റുഡൻസിനൊക്കെ ആണെങ്കിൽ അത് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്തു. അതിനാൽ സ്റ്റുഡൻസിന് ഇവരെ രണ്ടുപേരെയും വോട്ടെടുത്ത് ആര് മത്സരിക്കണമെന്ന് തിരഞ്ഞെടുക്കാൻ ചാൻസ് കൊടുക്കാമെന്ന് ഇയാൻ പറഞ്ഞത് കേട്ട് സ്റ്റുഡൻസ് അത് ഏറ്റെടുക്കുകയും നമുക്ക് വോട്ട് ചെയ്ത് തീരുമാനിക്കാമെന്ന് എല്ലാവരും ഏറ്റുപറയുന്നു. അതോടെ വേറെ വഴിയില്ലാതെ പ്രിൻസിപ്പൾ ഒരു തീരുമാനമെടുക്കുകയും ഈ വരുന്ന വെള്ളിയാഴ്ച ചിപ്മങ്സും ചിപ്പറ്റ്സും തമ്മിൽ ഒരു മത്സരം വെക്കാം, അതിൽ ഏറ്റവും നന്നായി പെർഫോമൻസ് ചെയ്യുന്നവർ പരിപാടിയിൽ മത്സരിക്കാമെന്ന് പറയുകയും പ്രിൻസിപ്പൾ അവിടെ നിന്നും പോവുകയും ചെയ്യുന്നു. ഇതെല്ലാം കേട്ട് ചിപ്പറ്റ്സിന് ഒരുപാട് സന്തോഷമായിരിക്കുകയാണ്. കൂടാതെ ആൽവിനും പിള്ളേർക്കും ഇയാനോട് ദേഷ്യം കൂടിയും വരുന്നു. ശേഷം കാണിക്കുന്നത് അന്ന് രാത്രി ആൽവിനും കൂട്ടുകാരും ഉറങ്ങാൻ കിടക്കുന്നതാണ്. അതിനിടെ സൈമൺ നാളെ നമുക്ക് പാട്ടും ഡാൻസും ഒക്കെ പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയുമെങ്കിലും എനിക്ക് റാൻഡ കൂടെ ഫുട്ബോൾ പ്രാക്ടീസ് ഉണ്ടെന്നും പറയുന്നു. എടാ, നമുക്ക് അവരോടൊപ്പം ജയിക്കേണ്ടതാണ്, അതുകൊണ്ട് പ്രാക്ടീസ് മസ്റ്റാണ്, നമ്മൾ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിലും ഉറപ്പായിട്ട് നമ്മൾ തന്നെയാണ് ജയിക്കാൻ പോകുന്നത് എന്നും പറയുന്നു. എന്നാൽ ഇത് കേട്ട് സൈമൺ ആകെ ദേഷ്യം വരികയും നാളെ പ്രാക്ടീസിന് നീ അവിടെ ഉണ്ടായിരിക്കണമെന്നും പറയുന്നു. പക്ഷേ ആൽവിൻ പ്രാക്ടീസ് ചെയ്യാൻ വരില്ല എന്ന് പറയുകയും അവര് രണ്ടുപേരും അടിയായി ഇവിടെ ഞാൻ കിടക്കില്ലെന്നും പറഞ്ഞ് അവിടെ നിന്നും രണ്ടുപേരും മാറിപ്പൊക്കളയുന്നു. ഈ സമയം ഇതിനിടയിലൊക്കെ പെട്ടുപോകുന്നത് പാവം തിയഡോറാണ്. അങ്ങനെ ആ സങ്കടത്തിൽ ഉറങ്ങാൻ വേണ്ടി ടോബിയുടെ അടുത്തേക്ക് ചെല്ലുകയും നിന്റെ അടുത്ത് ഞാൻ കിടന്നോട്ടെ എന്നും ചോദിക്കുമ്പോൾ ടോബി അതിന് സമ്മതിക്കുന്നു. എങ്കിലും അവന് അധിക സമയം അവിടെ കിടക്കാൻ പറ്റുന്നില്ല. കാരണം ടോബി കുശുവിട്ട് അവനെ ഓടിച്ചളയുകയും തിയഡോർ ഹാളിൽ കിടന്ന് ഉറങ്ങുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ സ്കൂളിൽ ബ്രിട്ടനിയുടെ അടുത്തേക്ക് ചെന്നിരിക്കുന്ന ആൽവിനെയാണ്. അവനാണെങ്കിൽ അവളോട് ഇയാൻ വളരെ മോശപ്പെട്ട ആളെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇയാൻ നിങ്ങൾക്ക് എല്ലാം ചെയ്തു തന്നു, എന്നിട്ട് നിങ്ങൾ വലിയ ആളായപ്പോ പാവം ഇയാനെ മറന്നു. സത്യത്തിൽ അതൊന്നുമല്ല അവിടെ നടന്നത്, നിങ്ങളെ ഇയാൻ തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് പറയുമ്പോൾ തന്നെ അവർ നിന്ന പ്ലേറ്റ് താഴേക്ക് വീഴുകയും ബ്രിട്ടനി വീഴുമെങ്കിലും ആൽവിൻ അതിൽ നിന്നും ഒഴിഞ്ഞു മാറിക്കളയുകയും ചെയ്യുന്നു. അതോടെ ബ്രിട്ടനിക്ക് ആൽവിനോട് വീണ്ടും ദേഷ്യമാവുന്നു. ശേഷം അന്ന് രാത്രി അവർ വീണ്ടും ഇയാന്റെ നിർദ്ദേശപ്രകാരം പാട്ടും ഡാൻസും പ്രാക്ടീസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നിർത്താൻ പറയുകയും നിങ്ങൾ രണ്ടുപേരും അത്ര കാണാൻ പോരെന്നും പറഞ്ഞ് അവരെ ഫ്രെയിമിൽ നിന്നും ബാക്കേക്ക് ആക്കുകയും നമ്മുടെ സ്റ്റാർ ബ്രിട്ടനിയാണെന്നും പറയുന്നു. ഇതേ സമയം ടോബി ആണെങ്കിൽ വീട്ടിലേക്കൊരു കോൾ വരുന്നത് കണ്ട് എടുക്കുകയും ഹലോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ അവന്റെ ഒച്ച കേട്ടതും ഇത് ടോബി അല്ലേ, അപ്പോ ആന്റി ജാക്കി എവിടെ? ആന്റി ഹോസ്പിറ്റലിലാണ്. അപ്പോ എന്റെ പിള്ളേരാരാ നോക്കുന്നേ എന്ന് ചോദിച്ചതും ഞാനാന്ന് പറയുന്നത് കേട്ട് ആകെ ഞെട്ടിപ്പോവുകയും ഒരു മണ്ടനവരെ നോക്കുന്നത് കൊണ്ട് ഡോക്ടറെ എനിക്ക് ഉടനെ തന്നെ ഡിസ്ചാർജ് വേണമെന്ന് പറഞ്ഞ് അലറുകയാണ്. പിന്നീട് കാണിക്കുന്നത് സ്കൂളിൽ സൈമൺ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഒരുത്തൻ വരികയും സൈമനോട് ഓരോന്നൊക്കെ സംസാരിക്കാനും തുടങ്ങുന്നു. ഞാൻ ഇവിടുത്തെ സ്റ്റുഡന്റ് ബോഡി പ്രസിഡന്റ് ആണ്, പിന്നെ ഞങ്ങൾ ഇവിടെ സ്കൂളിൽ വേസ്റ്റ് ഇടുന്നവർക്ക്
ഒരു അവയർനെസ് കൊടുക്കാനും അവരെ കൊണ്ട് തന്നെ അത് തിരിച്ചടിപ്പിക്കാനുമുള്ള ഒരു ടീം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിന്നെ പോലെയുള്ള ആൾക്കാരെയാണ് നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞ് അവനെ അതിൽ ചേർക്കുകയും സൈമൺ ഇതോടെ വേസ്റ്റ് ഇടുന്നവരെ നോക്കി നടക്കാനും തുടങ്ങുന്നു. അങ്ങനെ ഒരു പെൺകുട്ടിയൊക്കെ വേസ്റ്റ് ഇട്ടത് കണ്ട് തിരിച്ചടിപ്പിക്കുകയാണ്. എന്നാൽ അപ്പൊ തന്നെ റയാൻ അവന്റെ മുന്നിലേക്ക് വേസ്റ്റ് ഇട്ടതും അവനോടത് വന്ന് എടുക്കാൻ പറയുന്നു. എന്നാൽ അവനത് ചെയ്യാത്തത് കണ്ട് സൈമൺ മറ്റവൻ കൊടുത്ത ഫൈൻ ടിക്കറ്റ് അവന് പറിച്ചു കൊടുക്കുകയും അതും അവൻ എറിഞ്ഞു കളയുകയും ചെയ്യുന്നു. അപ്പോഴാണ് സൈമണെ ഈ പണിയേൽപ്പിച്ചവൻ അങ്ങോട്ടേക്ക് വരുന്നത്. സത്യത്തിൽ സ്കൂളിൽ ഇങ്ങനെ ഒരു പണിയില്ല, കൂടാതെ ആ ടിക്കറ്റ് ഒക്കെ ഫേക്ക് ആണെന്നും പറഞ്ഞ് അവനെ കളിയാക്കുന്നു. ഇതോടെ അവന് ചെറുതായി സങ്കടമാവുകയും സ്വന്തം ബ്രദറായ നീയോട് അറിഞ്ഞിട്ടാണ് ആൽവിനെ ഇതെന്നോട് ചെയ്തതെന്ന് പറഞ്ഞ് റയാനോട് ഒരുപാട് ചൂടായതും റയാൻ അവനെ എടുത്ത് വേസ്റ്റിലേക്ക് അങ്ങ് എറിഞ്ഞു കളയുന്നു. അതിനിടെ ബെല്ലടിച്ചതും എല്ലാവരും പോവുകയും ആൽവിൻ സൈമന്റെ അടുത്തേക്ക് ചെല്ലുകയും സത്യത്തിൽ ഈ കാര്യം ഞാൻ അറിഞ്ഞുകൊണ്ടില്ലെന്നും പറയുന്നു. എന്നാൽ സൈമൺ അതൊന്നും കേൾക്കാതെ രണ്ടുപേരും വേസ്റ്റിൽ നിന്ന് വൻ അടിയാവുകയും ചെയ്യുന്നു. വീഡിയോയുടെ ദൈർഘ്യം കൂടിയതിനാൽ 2 പാർട്ടായിട്ടാണ് വീഡിയോ ഇറക്കുന്നത്. ആദ്യ പാർട്ട് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. രണ്ടാമത്തെ പാർട്ടുമായി ഉടൻ കാണാമെന്ന പ്രതീക്ഷയിൽ എല്ലാവർക്കും ഗുഡ് ബൈ.